മൈ പാഷൻ മൈ ഹാപ്പിനെസ്സിലേക്ക് സ്വാഗതം. സ്റ്റിച്ചിങ് ക്ലാസ് 13ാമത്തെ ആണ്. സ്ലീവ്. ഇതുവരെയുള്ള എല്ലാ സ്റ്റിച്ചിങ് ക്ലാസ്സിന്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും കയറി ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഈ ക്ലാസ്സിലേക്ക് കിടക്കാം. ഒരു 31 ഇഞ്ച് ചെസ്റ്റ് ഉള്ള ഒരു കുട്ടിയുടെ സ്ലീവിന്റെ അളവാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ചെസ്റ്റ് 31 ഇഞ്ച്, സ്ലീവ് ലെങ്ത് 6 ഇഞ്ച്, സ്ലീവ് റൗണ്ട് 10 ഇഞ്ച്. അതായത് നമ്മുടെ കൈക്ക് എന്തോരം വണ്ണം വേണമെന്നുള്ളതാണ് ഇവിടെ സ്ലീവ് റൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 10 ഇഞ്ച്. 0 to 1 ചെസ്റ്റ് 31 ഇഞ്ച്, അതിന് 2 ഇഞ്ച് കുറയ്ക്കുക. 31 - 2 29 കിട്ടി. 29 ഡിവൈഡ് ബൈ 4, 4 കണ്ടുപിടിക്കുകയാണ്. അപ്പൊ 7.25. അതിനോട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് നമുക്ക് 8.25 ഇഞ്ചാണ് നമുക്ക് 0 to 1 നമുക്ക് ആവശ്യമായിട്ടുള്ള തുണിയുടെ അളവ് എന്ന് പറയുന്നത്. അടുത്ത് 0 to 2 സ്ലീവിന്റെ ലെങ്ത് ആണ്. നമുക്ക് സ്ലീവ് ലെങ്ത് ഇവിടെ 6 ഇഞ്ചാണ് ആവശ്യം. 6 ഇഞ്ചിലൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്തു. അപ്പൊ 6 + 1.5 ചെയ്യുമ്പോൾ നമുക്ക് 7.5 കിട്ടി. അതാണ് നമ്മുടെ സ്ലീവിന്റെ ലെങ്ത്. അടുത്ത് 2 to 3 അതായത് സ്ലീവിന്റെ വണ്ണം. സ്ലീവ് റൗണ്ട് ഡിവൈഡ് ബൈ 2 ആണ്. നമുക്ക് ഇവിടെ സ്ലീവ് റൗണ്ട് കൈവണ്ണം നമുക്ക് 10 ഇഞ്ചാണ് കിട്ടിയ. അത് ഡിവൈഡ് ബൈ 2 ചെയ്യുക. അപ്പൊ നമുക്ക് 5 ഇഞ്ച് കിട്ടി. 5 + 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്തു. അങ്ങനെ 6.5 ഇഞ്ച് നമുക്ക് കിട്ടി. അടുത്ത് 1 to 4 നമുക്ക് ഇവിടെ സ്ലീവിന്റെ കയറ് വരയ്ക്കാൻ എന്തോരായിട്ടുള്ള അളവാണ് നമുക്ക് ആവശ്യം എന്നുള്ളതാണ്. ഇപ്പൊ ചെസ്റ്റ് ഡിവൈഡ് ബൈ 12 ചെയ്യുമ്പോൾ 31 ആണ് ചെസ്റ്റ്. അത് ഡിവൈഡ് ബൈ 12 ചെയ്യുമ്പോൾ 2.5 ഇഞ്ച് കിട്ടി. കിടക്കാം. പാർട്ട് 2 കട്ടിങ് ആണ്. നമുക്ക് ആവശ്യമുള്ള അളവ് 0 to 1 നമുക്ക് ഒരു സൈഡിലേക്ക് 8.25 വേണം. 8.25 എന്ന രീതിയിൽ നമുക്ക് 17.5 ഇഞ്ച് നമുക്ക് എന്ത് വേണം, തുണിക്ക് നീളം വേണം. ഇപ്പൊ ഇത് ഏകദേശം ഒരു 17 ഇഞ്ച് ഉണ്ട്. ഈ തുണിയെ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ 2 മടക്കി. 2 പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിന് ഇങ്ങനെ 2 മടക്കി. മനസ്സിലായില്ലേ? ഇങ്ങനെ 2 മടക്കി. ഈ സൈഡ് ഫോൾഡാണ്. ഇത് നമ്മുടെ അടിവശം. ഇതിപ്പോ തേരുവശാണ്, അടിവശാണ്. അത് ഇവിടെയാണ് നമ്മുടെ കൈയുടെ എന്താ പറയാ കൈലൂസ് വരുന്നത്. കൈവണ്ണം വരുന്നത് ഈ ഭാഗത്താണ്. ഇവിടെ ഫോൾഡാണ്. ഇതിന് ഞാൻ ഇങ്ങനെ വെക്കുകയാണ്. അതായത് ഇങ്ങനെ ഞാൻ ഇങ്ങനെ മടക്കി വെച്ചു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക. എനിക്കറിയാവുന്ന ക്ലിയർ ചെയ്ത് തരാം. എന്നിട്ട് ചെയ്യേണ്ട എന്താ വെച്ചാൽ ഇവിടെ ഫോൾഡാണ്, ഇവിടെ അടിവശാണ്. ഇത് നമുക്ക് എന്തോരം ആവശ്യം 0 to 2 ആണ് ഈ ഫോൾഡ് ആയ ഭാഗത്ത് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. അത് 7.5. അത് ആദ്യം അടയാളപ്പെടുത്താം. അത് കഴിഞ്ഞാല് ഈ സൈഡ് ഉണ്ടല്ലോ, ഓപ്പൺ സൈഡ് ഉണ്ടല്ലോ, ഓപ്പൺ സൈഡിലാണ് നമ്മൾ എന്ത് 1 to 4 സ്ലീവ് കർവ് 2.5 അടയാളപ്പെടുത്തുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ 2.5 അടയാളപ്പെടുത്താണ്. മനസ്സിലായില്ലേ? 2.5 നമ്മള് ഇവിടെ അടയാളപ്പെടുത്തി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് 0 to 1 നമുക്ക് കിട്ടിയത് 8.25 അതും 8.25 കറക്റ്റ് ആയതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യുന്നില്ല. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പോയിന്റ് ഉണ്ടല്ലോ സെന്ററിലേക്ക് ഇവിടുന്ന് ഇങ്ങനെ ചെരിച്ച് വരയ്ക്കുക. ഇങ്ങനെ സെന്ററിലേക്ക് ഇങ്ങനെ ചെരിച്ചു വരച്ചു. മനസ്സിലായോ? എന്നിട്ട് ഈ വരച്ചതിന്റെ സെന്റർ കണ്ടുപിടിക്കുക. ഈ വരച്ചതിന്റെ സെന്റർ കണ്ടുപിടിക്കുക. ഇതാണ് സെന്റർ. ഇവിടെ ഒന്ന് അടയാളപ്പെടുത്താം. മനസ്സിലായില്ലേ? എന്നിട്ട് നമുക്ക് താഴ്ഭാഗത്ത് നമുക്ക് എന്തോരാണ് കൈയുടെ വണ്ണം വരേണ്ടത്? ഇവിടെ വേണ്ടത് 2 to 3 നമുക്ക് 6.5 ആണ്. 5 ഇഞ്ചാണോ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് അടക്കാം. നമുക്ക് 6.5 ഇഞ്ചാണ് നമുക്ക് ആവശ്യം. ഇതിങ്ങനെ ചെരിച്ച് ഇങ്ങോട്ട് വരയ്ക്കാം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ സെന്റർ അടയാളപ്പെടുത്തിയില്ലേ? ഇനി ഇവിടുന്ന് മേലേക്ക് ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്താം. മേലേക്ക് 1/2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഈ ഒരു പോയിന്റിലേക്ക് വന്ന് വീണ്ടും ഇങ്ങോട്ട് ചെരിച്ചു പോവാം. ഇവിടുന്ന് ഇങ്ങനെ ആദ്യം 1 ഇഞ്ചോളം സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ട് അവിടുന്ന് ഇങ്ങനെ ചെറിയൊരു കേർവോട് കൂടി ഇങ്ങനെ ഈ പോയിന്റിലേക്ക് കൊണ്ടുവന്നു. ഇപ്പൊ ഈ വരച്ചേക്കുന്നത് ബാക്കിലേക്കുള്ള കൈക്കുഴി, ബാക്ക് ആം ഹോളിന്റെ അങ്ങോട്ടേക്കുള്ളതാണ് ഇപ്പൊ വരച്ചേക്കുന്നത്. ഇനി ഫ്രണ്ടിലേക്ക് വരയ്ക്കാൻ പോവാണ്. ഈ ആദ്യം വരച്ചേക്കണ ഈ വരയുണ്ടല്ലോ, അതായത് ഈ പോയിന്റിന്ന് ഈ സെന്ററിലേക്ക് നമ്മൾക്ക് എന്തോരം ഉണ്ടെന്ന് നോക്കാം. അതിന്റെ നേർപകുതി ഇവിടെ അടയാളപ്പെടുത്താം. മനസ്സിലായെന്ന് വിചാരിക്കണേ. അതോടൊപ്പം ഈ സെന്ററിന് ഇങ്ങറ്റം വരെ ഉള്ളതിന്റെ നേർപകുതി എടുക്കുക. അതിന്റെയും സെന്റർ അടയാളപ്പെടുത്താം.
അപ്പൊ ആദ്യം നമ്മൾ വരച്ചത് ബാക്ക് ആം ഹോൾ ആണ്. ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഫ്രണ്ട് ആം ഹോൾ ആണ്. അപ്പൊ ഇത്ര കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനി ഈ ആദ്യം വരുന്ന ഇവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് മേലോട്ട്, ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് മേലോട്ട് അടയാളപ്പെടുത്തി. ഇവിടെ 1/4 ഇഞ്ച് അടയാളപ്പെടുത്തി മേലോട്ട്, ഇവിടെ 1/4 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തി. മനസ്സിലായോ? അതായത് ഇങ്ങനെ ആദ്യം തന്നെ ഈ സെന്റർ, ഈ പോയിന്റിൽ നിന്ന് ഈ സെന്റർ വരെ ഉള്ളതിന്റെ സെന്റർ ഭാഗം കണ്ടുപിടിച്ചു. എന്നിട്ടൊരു 1/4 ഇഞ്ച് മേലോട്ട് അടയാളപ്പെടുത്തി. ഇവിടുന്ന് ഇവിടത്തോളം വരെ ഉള്ളതിന്റെ സെന്റർ കണ്ടുപിടിച്ച് 1/4 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തി. എന്നിട്ട് ഇങ്ങനെ ഇവിടുന്ന് നേരെ ഈ പോയിന്റിലേക്ക് വന്ന് അവിടുന്ന് പിന്നെ ഈ സെന്ററിലേക്ക് വരണം. വീണ്ടും ഈ പോയിന്റിലേക്ക് വന്ന് ഇങ്ങനെ മുകളിലേക്ക് പോകണം. ഇവിടുന്ന് ആദ്യം ഇങ്ങനെ വരച്ചു. ഇവിടത്തുള്ളവർ വരച്ചില്ലേ? ഇനി ഇവിടുന്ന് ഈ സെന്ററിലേക്ക് വരണം. ഇങ്ങനെ സെന്ററിലേക്ക് വന്നു. വേണ്ട, ഇവിടുന്ന് ഇങ്ങനെ സെന്ററിലേക്ക് വന്നു. ഇനി ഈ പോയിന്റിലേക്ക് വന്നു. സെന്ററിൽ നിന്ന് നേരെ താഴേക്ക് വന്ന് ഈ പോയിന്റിലേക്ക് വന്നു. അവിടുന്ന് നേരെ മേലേക്ക് പോയി. ഇത് നമ്മുടെ ഫ്രണ്ട് ആം ഹോള് വരും. ഇതിന് ആദ്യം വരച്ചത് ബാക്ക് ആം ഹോൾ ആണ്. ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ ഒന്നുകൂടി പറയാം. ആദ്യം തന്നെ നമ്മളിവിടെ തുണി രണ്ടാക്കി മടക്കിയിട്ടു. ഇവിടെ നമ്മളുടെ ഫോൾഡ് വശമാണ്, അതായത് സ്ലീവിന്റെ ലെങ്ത് വരും. ഇവിടെ സ്ലീവ് ലൂസ്, അല്ലെങ്കിൽ നമ്മൾ പറയും സ്ലീവ് റൗണ്ട് എന്നൊക്കെ പറയും, കൈവണ്ണം, അത് ഈ ഭാഗത്ത് വരും. ഇവിടെ സ്ലീവിന്റെ കേർവ് നമ്മൾ അടയാളപ്പെടുത്തി, മേലിന് ഇത് കേർവ് അടയാളപ്പെടുത്തി. ഈ സെന്ററിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഇങ്ങനെ ആദ്യം തന്നെ ഒരു വര വരച്ചു. അതിന്റെ സെന്റർ കണ്ടുപിടിച്ചു. അവിടുന്ന് മേലോട്ട് 1/2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഈ 3 പോയിന്റുകൾ തമ്മിൽ ഇങ്ങനെ വരച്ചെടുത്തു. ഞാനിപ്പോ ബ്ലൂ കളർ ചോക്ക് കൊണ്ട് വരയ്ക്കാം. ഇവിടെ നിന്ന് ആദ്യം ഇങ്ങനെ വരച്ച് സെന്ററിലേക്ക് വന്നു, വീണ്ടും ഇങ്ങോട്ട് വരച്ചു. കണ്ടാ? ഇതാണ് നമ്മുടെ ബാക്ക് വരുന്നത്. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞു. അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പോയിന്റിന്റെയും സെന്റർ കണ്ടുപിടിക്കുക. ആദ്യം ഇവിടെ ഞാൻ കണ്ടുപിടിച്ചു. എന്നിട്ട് ഒരു 1/4 ഇഞ്ച് മേലോട്ട് അടയാളപ്പെടുത്തി. മനസ്സിലായില്ലേ? അതുപോലെ ഈ സെന്ററിന് ഈ സെന്റർ കണ്ടുപിടിക്കുക. 1/4 ഇഞ്ച് ഞാൻ കീഴോട്ട് താഴേക്ക് അടയാളപ്പെടുത്തി. എന്നിട്ട് ഇവിടുന്ന് ആദ്യം വരച്ച 1/4 ഇഞ്ച് മേലോട്ടുള്ളതിലേക്ക് മുട്ടിച്ചു. അവിടുന്ന് നമ്മുടെ മെയിൻ സെന്ററിലേക്ക് വന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് താഴെ വരച്ച 1/4 ഇഞ്ചിലേക്ക് മുട്ടിച്ചിട്ട് വീണ്ടും ഇങ്ങനത്തേക്ക് പോയി. അങ്ങനെ നമ്മളെ ഫ്രണ്ട് ആം ഹോൾ കർവ് അടയാളപ്പെടുത്തി. ഇനി നമുക്ക് 1.5 ഇഞ്ചാണ് ഇവിടെ തയ്യൽ തുമ്പ് വന്നേക്കുന്നത്, അതും അടയാളപ്പെടുത്തി വെക്കാം. ഇത്രേ ഉള്ളൂ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇനി ചെയ്യേണ്ടത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മള് ഇങ്ങനെ അടയാളപ്പെടുത്തി കഴിഞ്ഞല്ലോ. ഇനി ഇതിനെ നമ്മൾ കറക്റ്റ് ആണോ അല്ലേ എന്ന് അറിയാൻ നമ്മള് ആദ്യം വെട്ടി വെച്ചേക്കണം ചുരിദാറിന്റെ ആം ഹോൾ എടുക്കുക. എന്നിട്ട് ഈ സെന്റർ പോയിന്റും ഇതിന്റെ ഷോൾഡറിന്റെ അവിടെയും ഇങ്ങനെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെച്ച് നോക്കാം. വെച്ച് നോക്കുമ്പോ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. കണ്ടോ? അങ്ങനെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ബാക്ക് ആം ഹോളിന്റെ അവിടെ വേണ്ട വെച്ച് നോക്കാനായിട്ട്. മനസ്സിലായെന്ന് വിചാരിക്കണേ. ഇങ്ങനെയാണല്ലോ നമ്മുടെ ചുരിദാറിന്റെ ആം ഹോൾ കയറി വരുന്നത്. അതിനൊന്ന് ഇങ്ങനെ വലിച്ചു പിടിക്കാണ്ട. അപ്പൊ ഇങ്ങനെ കണ്ടമാനം ബലം കൊടുത്തില്ല, ജസ്റ്റ് ഒന്ന് വലിച്ചു പിടിക്കുക. എന്നിട്ട് ഈ ബാക്ക് ആം ഹോളിന്റെ അവിടെ ഇങ്ങനെ വെച്ച് നോക്കാം. നമ്മൾ എടുത്തേക്കുന്നത് കറക്റ്റ് അളവിന് തന്നെയാണോ എന്നുള്ളത്. കറക്റ്റ് അളവിന് കിട്ടി. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ആദ്യം തന്നെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഫ്രണ്ടും ബാക്കും ആം ഹോള് കട്ട് ചെയ്യുമ്പോൾ ഇപ്പോഴും ശ്രദ്ധ വേണം കേട്ടോ. ആദ്യം തന്നെ ഞാൻ ഈ സൈഡ് അങ്ങനെ ബാക്ക് ആം ഹോളാണ് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്യുമ്പോൾ വേണ്ട വെച്ചാൽ ഇവിടുന്ന് നമ്മുടെ ഈ ഫോൾഡ് ആയ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് ഏകദേശം 1 ഇഞ്ചോളം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെയല്ല, അങ്ങനെ തന്നെ വരുള്ളൂ. എന്നാലും ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇതാണ് നമ്മുടെ സെന്റർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? സൈഡ് കട്ട് ചെയ്തു, ബാക്ക് ആം ഹോളും കട്ട് ചെയ്തു. ഇനി ശ്രദ്ധിക്കാനുള്ളത്
ഇതിപ്പോൾ ഇങ്ങനെ ഞാൻ വെച്ചു. ഇതിപ്പോൾ ഇതേനാ 2 പോർഷൻ എന്ന രീതിയിൽ അപ്പുറം ഇപ്പുറം വെച്ചേക്കാണ്. ഇത് നല്ല വശമാണെന്ന് മനസ്സിൽ വിചാരിക്കാം. അപ്പം നമുക്ക് ബാക്ക് ആം ഹോള് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്തു. ഈ സൈഡാണ് ഫ്രണ്ടിലേക്ക് വരുന്നത് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ടിനെയും മാത്രം ഇങ്ങനെ പിടിക്കുക. ഞാൻ പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഇങ്ങനെ ഇരുന്ന തുണിയായിരുന്നു. ഇതിനെ ഞാൻ ഇങ്ങനെ നിവർത്തിയിട്ട് കണ്ട ഇങ്ങനെ വെച്ചാണ് ഞാൻ കട്ട് ചെയ്യണമെങ്കിൽ കറക്റ്റ് ആയിട്ട് എനിക്ക് 2 സൈഡിൽ ഫ്രണ്ടിൽ ഇങ്ങനെ കുഴിച്ച് വെട്ടി എനിക്ക് കിട്ടില്ല. ഫ്രണ്ടിൽ ഇങ്ങനെ കുഴിച്ച് വെട്ടി ഞാൻ ഇങ്ങനെ വെച്ച് കട്ട് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ഞാൻ വെച്ച് ഈ ഫ്രണ്ട് ആം ഹോളിന്റെ കുഴിച്ച് ഞാൻ വെട്ടിയിരുന്നെങ്കിൽ എനിക്കിത് ഫ്രണ്ടിലായിട്ട് വരില്ലായിരുന്നു. ഞാൻ ആദ്യം തുണീനെ ഇങ്ങനെ മറിച്ചിട്ടു. മനസ്സിലായ? അപ്പൊ ഇവിടെ ഫ്രണ്ട് വന്നു, ഇവിടെ ഫ്രണ്ട് വന്നു, ഇവിടെ ബാക്ക് വന്നു, ഇവിടെ ബാക്ക് വന്നു. അതിനെ ഞാൻ ഇതിങ്ങനെ എടുത്ത് മടക്കിയിട്ട് ഇങ്ങനെ എടുത്തു. അപ്പൊ ഇങ്ങനെ എടുത്തിട്ട് ഈ 2 സൈഡ് ഇങ്ങനെ വെച്ച് ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്യരുത്. കട്ട് ചെയ്യുകയാണെങ്കിൽ ബാക്കിലത്തെ കൂടി കട്ടായി പോകും. അപ്പൊ ഇങ്ങനെ വെക്കാം. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് പേപ്പറിൽ വരച്ചിട്ട് ആദ്യം തന്നെ നിങ്ങൾ ഇങ്ങനെ ഒപ്പത്തിനൊപ്പം വെച്ചൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞ് അടുത്തതിൽ നിങ്ങൾ ഈ തുണീനെ നല്ല വശവും അപ്പുറം ഒരു സൈഡ് മാത്രമേ ഫ്രണ്ടിൽ വരത്തക്ക രീതിയിൽ എടുത്തും കട്ട് ചെയ്ത് നോക്കാം. എന്നാലാണ് നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പൊ എല്ലാവരും അതൊന്ന് ചെയ്ത് നോക്കാം. ഇനി ഞാൻ ഫ്രണ്ട് ആം ഹോള് വെട്ടിയെടുക്കാണ്. ഇങ്ങനെ ഫ്രണ്ട് ആം ഹോള് വെട്ടിയതു. ഇവിടെ 2 സ്ഥലത്ത് ഫ്രണ്ട് വന്നു, ഇവിടെ 2 സ്ഥലത്ത് ബാക്ക് വന്നു. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കണ്ട, ഇതാണ് നല്ല വശം വരുന്നത്. ഫ്രണ്ട്, ഇത് ബാക്ക്. നമ്മളിപ്പോ ഇതിന്റെ നല്ല തുണി കട്ട് ചെയ്തെടുത്തു. ഇതിന്റെ ലൈനിങ് തുണി ഒപ്പത്തിനൊപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്ര മാത്രമേ സ്ലീവിലുള്ളൂ. അടുത്തത് സ്ലീവ് അറ്റാച്ച് ചെയ്യാണ്. അതിന് മുൻപായിട്ട് ലൈനിങ് തുണിയായിട്ട് നമുക്ക് ഇത് സ്ലീവിന് അറ്റാച്ച് ചെയ്യണം. നല്ല വശത്ത് വെച്ച് നമുക്ക് ആദ്യം തന്നെ അടിഭാഗം ഒരു സ്റ്റിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിനെ ഇപ്പുറത്തേക്ക് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇതിനെ ഇപ്പുറത്തേക്ക് ഇങ്ങനെ മറിച്ചിട്ട് ഇവിടെ താഴ്ഭാഗത്ത് ടോപ്പിൽ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കും. അങ്ങനെ നമുക്ക് 2 സ്ലീവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളുടെ 2 സ്ലീവും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇത് ബാക്കായിട്ട് വരും, ഇത് ഫ്രണ്ടായിട്ട് വരും. ഉണ്ടാക്കുന്ന കുഴിച്ച് വന്നേക്കണ കണ്ടില്ലേ? ഇനി നമുക്കിത് നമ്മൾ ടോപ്പിൽ അറ്റാച്ച് ചെയ്യാം. നമുക്ക് വേണ്ടത് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യണം. സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇനി കുഴിച്ച് വെട്ടിയതുണ്ടല്ലോ, മനസ്സിലാവേണ്ടതെന്ന് തരുന്നത്. ഇത് ഫ്രണ്ടായിട്ട് വരും, ഇത് ബാക്കായിട്ട് വരും. അപ്പോൾ ഈ ഇതാണ് ഫ്രണ്ട് നെക്ക്. ഈ ഫ്രണ്ടിലേക്ക് ഈ ഫ്രണ്ട് കുഴിച്ച് വെട്ടിയ ആ സ്ലീവ് വരണം. അപ്പോൾ നമ്മൾ സെൻറ്റർ തമ്മിൽ ഇങ്ങനെ കൂട്ടി വെക്കുക. എന്നിട്ട് ഒരു പിൻ കുത്തി കൊടുക്കുക. തുടക്കക്കാരാകുമ്പോൾ എപ്പോഴും അങ്ങനെ ചെയ്തോളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോകും. ഒരു പിൻ ഇവിടെ കുത്തി വയ്ക്കുക. അതുപോലെ തന്നെ ഇപ്പോഴത്തെ സ്ലീവ് എടുക്കുക. ഇതാണ് ഫ്രണ്ട് വരുന്നത്. ഓക്കെ, ഇതിലെ ഫ്രണ്ടും ഇതാണ്. ഇതും ഈ പറഞ്ഞ പോലെ സെൻറ്റർ തമ്മിൽ ഇങ്ങനെ നോക്കിയിട്ട് ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വയ്ക്കുക. വെച്ചിട്ട് ഒരു പിന്നെ ഇവിടെ കുത്തി കൊടുക്കുക. ഇനി നമുക്കിത് അറ്റാച്ച് ചെയ്യാം. ഇങ്ങനെ ഒപ്പത്തിനൊപ്പം വെച്ചു 1/4 ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ചോ ഗ്യാപ്പിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അല്ല, ലോക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ പിൻ നമുക്ക് ഊരി മാറ്റാം. ഈ പിൻ അങ്ങനെ ഊരി മാറ്റി എന്നിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ പിടിക്കുക. നമുക്കിതിന് ഡബിൾ സ്റ്റിച്ച് കൊടുക്കാനുള്ളതാണ്. നമുക്കിങ്ങനെ തന്നെ തിരിച്ചിങ്ങോട്ട് വരാം.
അപ്പോൾ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ മറച്ച് നോക്കുക. നമ്മൾ അടിച്ച സ്റ്റിച്ച് നല്ല രീതിയിൽ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം. വല്ല പിരിച്ചിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ഈ നോക്കണേ. ഇല്ലയെന്ന് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം. വീണ്ടും സെൻറ്ററിലേക്ക് കൊണ്ടുവന്ന് നിർത്താം. കണ്ട നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടിയേക്കണത്. ഇനി അങ്ങനെ നമുക്ക് അപ്പുറത്തെ സ്ലീവും നമുക്കിതേപോലെ തന്നെ അറ്റാച്ച് ചെയ്യാം.